യേശുവിനോടൊപ്പമുള്ള യാത്ര. ദൈവിക സമാധാനം അനുദിന ജീവിതത്തിൽ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. സമാധാനം ഞാൻ നിങ്ങൾക്കു തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്കു തരുന്നു. ലോകം തരുന്നതുപോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. യേശുവിനോടൊപ്പമുള്ള യാത്രയിലെ ഒരു പ്രത്യേകതയാണ് സമാധാനമുള്ള ജീവിതം. സമാധാനം അന്വേഷിച്ച് ലോകത്തിലെ ജനങ്ങൾ ഓടുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് നമുക്ക് ഒരു വിലയേറിയ വാഗ്ദത്തം ഈ വചനത്തിലൂടെ നൽകുന്നു. ലോകത്തിലെ മറ്റാർക്കും നൽകാൻ സാധിക്കാത്ത ആ ദിവ്യ സമാധാനം സമാധാന പ്രഭുവാം ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നു. ക്രിസ്തുവിലെ ആ ദൈവീക സമാധാനം നമുക്കുണ്ടെങ്കിൽ നാം ഒന്നിനെക്കുറിച്ചും കലങ്ങേണ്ടതുമില്ല, ഭ്രമിക്കേണ്ടതുമില്ല. ഫിലിപ്പിയർ 4-ാം അധ്യായം 6-ാം വാക്യം നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. നമ്മുടെ ആവശ്യങ്ങളും അപേക്ഷകളും സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ നാം അർപ്പിക്കുമ്പോൾ ദൈവസമാധാനം നമ്മിൽ നിറയുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കിൽ കാക്കും. എല്ലാ ഭാരവും പ്രാർത്ഥനയോടും സ്തോത്രത്തോടും കൂടെ ദൈവസന്നിധിയിൽ ഇറക്കിവെച്ച് സന്തോഷകരമായ ജീവിതം നയിക്കാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായി നമ്മുടെ ആശ്രയം നശിച്ചു പോകുന്ന ഈ ലോകത്തിൽ വയ്ക്കാതെ സ്രഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് വയ്ക്കാം. മറ്റാരും നമ്മെ കരുതുവാൻ ഇല്ലെങ്കിലും നമ്മെ കരുതുന്ന ഒരു സ്വർഗീയ പിതാവ് തൻ്റെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും ചെയ്യും. ആ ദൈവത്തിൽ വിശ്വസിച്ച് നമ്മുടെ ആവശ്യങ്ങൾ ദിനംതോറും കർത്തൃസന്നിധിയിൽ പകർന്നു വെച്ച് കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് സമാധാനം നിറഞ്ഞ ജീവിതം നമുക്ക് നയിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന കർത്താവായ യേശുവിൻ്റെ വചനം അനുസരിച്ച് യേശുവിൻ്റെ അടുക്കൽ ചെല്ലാം. യേശുവിനോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകതയാണ് സമാധാനമുള്ള ജീവിതം. മറ്റാർക്കും നൽകാൻ കഴിയാത്തതും മറ്റാർക്കും എടുത്തുകളയാൻ സാധിക്കാത്തതുമായ ദൈവീക സമാധാനം അനുഭവിച്ചുകൊണ്ട് ഓരോ ദിനവും ജീവിക്കുവാൻ യേശുവിനോടൊപ്പം വസിച്ച് യേശുവിനോടൊപ്പം യാത്ര ചെയ്യാം. സമാധാനം എന്ന ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ലോകത്തിന് തരാൻ സാധിക്കാത്ത ദൈവീക സമാധാനം ഞങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന കൃപയ്ക്കായി നന്ദി. സമാധാന പ്രഭുവായ അങ്ങിൽ വസിച്ച് അങ്ങയോടൊപ്പം യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സമാധാനം ഇല്ലാത്ത ഇടങ്ങളിൽ അങ്ങയുടെ ദൈവീക സമാധാനം ഇപ്പോഴും വ്യാപരിക്കുന്ന കൃപയ്ക്കായി നന്ദി. ഞങ്ങളുടെ സകല ഭാരങ്ങളും ആവശ്യങ്ങളും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. സ്വർഗീയ സന്തോഷത്താലും സമാധാനത്താലും ഞങ്ങളെ അനുദിനം വഴി നടത്തണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.